ജീപ്പ് അപകടത്തിൽ നാടിന്റെ പ്രിയപ്പെട്ട 3 പേർക്കും കണ്ണീരോടെ വിട നൽകി പന്നിയാറുകുട്ടി. ഇടയൊടിയിൽ ബോസ്, ഭാര്യ റീന, ബിന്ദുവായ, തത്തമ്പിള്ളിയിൽ അബ്രാഹം എന്നിവർക്കാണ് നാട് കണ്ണീരോടെ യാത്ര നൽകിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെ പന്നിയാറുകുട്ടി പള്ളിക്ക് സമീപം ബിന്ദു വീട്ടിൽ പോയി തിരികെ വരുന്നതിനിടെ ഇവർ സഞ്ചരിച്ച ജീപ്പ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞാണ് 3 പേർക്കും ദാരുണാന്ത്യം സംഭവിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം 3 പേരുടെയും മൃതദേഹം ഇന്നലെ വൈകിട്ടോടെ വീട്ടിലെത്തിച്ചപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിൻ, ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. ഇന്ന് രാവിലെ പന്നിയാറുകുട്ടി സെന്റ് മേരീസ് പള്ളിയിൽ നടന്ന സംസ്കാര ചടങ്ങുകൾക്ക് ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉടുമ്പൻചോല MLA MM മണി, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തുള്ളവർ, വൈദികർ, സന്യസ്തർ, ബന്ധുക്കൾ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ നിന്നും അങ്ങനെ ആയിരങ്ങൾ പന്നിയാറുകുട്ടിയിലേക്ക് ഒഴുകിയെത്തി. തങ്ങളെ വളർത്തിയ അച്ഛനും അമ്മയ്ക്കും കണ്ണീരോടെ 3 മക്കളും യാത്ര നൽകി. അബ്രഹാമിനെ ഒരു കല്ലറയിലും ബോസിനും റീനയ്ക്കും ഒരേ കല്ലറയിലും അന്ത്യവിശ്രമം നൽകി. 2018 പ്രളയത്തിൽ ബോസിൻ്റെ വീട് നഷ്ടപ്പെട്ടപ്പോൾ പുതിയ വീട് പണിത് താമസം തുടങ്ങി. കൊച്ചു സന്തോഷത്തോടെ ജീവിച്ചു വരുന്നതിനിടെയായിരുന്നു നാടിനും വീടിനും നാട്ടുകാർക്കും തീരാവേദനയായി മാറിയ ഈ അപ്രതീക്ഷിതമായ ജീപ്പ് അപകടം. പന്നിയാറുകുട്ടിയിൽ നിന്നും സിൻഡോ രാജാക്കാട്, ടോപ്പ് മീഡിയ, രാജാക്കാട്.